നമസ്കാരം. ലോകം സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സൈനിക നീക്കത്തിനാണ്. പശ്ചിമേഷ്യൻ കടൽ തീരങ്ങൾ യുദ്ധക്കളങ്ങളായി മാറിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് കേൾക്കുന്നത് ഇറാൻ നാവികസേനയുടെ തകർച്ചയുടെ വാർത്തകളാണ്. US സെൻട്രൽ കമാൻഡ് കമാൻഡറുടെ വാക്കുകൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇറാന്റെ നാവികസേനയെ മുക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, അവരുടെ മുഴുവൻ സേനയെയും. US സെൻട്രൽ കമാൻഡറുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം ഇതുവരെ 17 ഇറാനിയൻ കപ്പലുകളാണ് കടലിന്റെ അടിത്തട്ടിലായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ ഏറ്റവും ആധുനികവും പ്രവർത്തന സജ്ജവുമായ മുങ്ങിക്കപ്പലാണ്. അതിന്റെ വശത്ത് വലിയൊരു സുഷിരം വീഴ്ത്തിക്കൊണ്ട് അമേരിക്കൻ സൈന്യം അതിനെ നിശ്ചലമാക്കിയിരിക്കുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് ഹോർമുസ് കടലിടുക്കിലോ പേർഷ്യൻ ഗൾഫിലോ ഒമാൻ ഗൾഫിലോ ഒരു ഇറാനിയൻ കപ്പൽ പോലും ഇപ്പോൾ സഞ്ചരിക്കുന്നില്ല. ഇറാൻ വർഷങ്ങളായി കെട്ടിപ്പടുത്ത നാവികശക്തി ഏതാനും ദിവസങ്ങൾ കൊണ്ട് തകർന്നടിയുന്ന കാഴ്ചയാണിത്. എന്തുകൊണ്ടാണ് ഈ പ്രദേശം ഇത്ര പ്രധാനമാകുന്നത്? ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഈ പാത തടസ്സപ്പെട്ടാൽ ലോകം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇത്രയും കാലം ഈ പാതയിൽ ആധിപത്യം പുലർത്തിയിരുന്ന ഇറാൻ സേനയെ പൂർണ്ണമായും തുടച്ചു നീക്കുക വഴി മേഖലയുടെ നിയന്ത്രണം അമേരിക്കൻ സഖ്യകക്ഷികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇറാന്റെ അസിമെട്രിക് വാർഫെയർ തന്ത്രങ്ങൾ അമേരിക്കൻ അത്യാധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെടുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അതിന്റെ പൂർണ്ണ ശക്തിയിൽ തുടരുകയാണ്. ഇറാന്റെ അത്യാധുനിക മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിച്ചുകൊണ്ട് അമേരിക്കൻ കപ്പലുകളും വിമാനങ്ങളും ഇറാന്റെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുകയാണ്. കടലിലെ ഈ വിജയം കരയിലെ യുദ്ധതന്ത്രങ്ങളെയും ബാധിക്കും. നാവികസേന ഇല്ലാതാകുന്നതോടെ ഇറാന്റെ വിതരണ ശൃംഖല മുറിയുകയും അവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. പക്ഷേ ഈ സൈനിക നടപടി ഇവിടെ അവസാനിക്കുമോ? ഇറാന്റെ നാവികസേനയെ തകർക്കുന്നത് മേഖലയിൽ ഒരു വലിയ തിരിച്ചടിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് വീണ്ടും ശക്തമായി തിരിച്ചടിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതോ റഷ്യയോ മറ്റ് സഖ്യകക്ഷികളോ ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുമോ? ലോകവിപണിയിൽ എണ്ണവില കുതിച്ചുയരാനുള്ള സാധ്യതയും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേരിക്കൻ കമാൻഡറുടെ പ്രഖ്യാപനം വെറുമൊരു അവകാശവാദമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ വരുന്ന വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. കടലിലെ ആധിപത്യം ആർക്കാണോ അവർക്കായിരിക്കും യുദ്ധത്തിന്റെ ഗതി നിയന്ത്രിക്കാനുള്ള കരുത്ത്. ഹോർമുസ് കടലിടുക്കിലെ നിശബ്ദത ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ളതാണോ എന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.